നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും തീപിടിച്ച അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന മുന്നറിയിപ്പായി മാറുകയാണ് തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് നടത്തിയ പുതിയ ആക്രമണങ്ങൾ. ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള തുറന്ന നീക്കമാണ് എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിലയിരുത്തൽ. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായി. ബെയ്റൂട്ടിന്റെ തെക്ക് ഹൈവേയിലുള്ള വാഹനങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 2 കുട്ടികളടക്കം 8 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലെബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സെയ്ദ സൗത്ത് തീരപ്രദേശ ഹൈവേയിലെ ബാർജ, ജിയെ, സാദിയാത്ത് എന്നിവിടങ്ങളിലാണ് ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായത്. 3 ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. ദക്ഷിണ ലെബനനിലെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മജ്ദൽ സൗത്ത്, യാനൂഹ്, ബുർജ് ഷെമാലി എന്നീ നഗരങ്ങളിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി ലെബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ദക്ഷിണ ലെബനനിലെ 40ഓളം ഹിസ്ബുള്ള താവളങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. ഇസ്രായേൽ സൈനികർക്ക് ഭീഷണി ഉയർത്തിയ ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായും IDF അവകാശപ്പെട്ടു. ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങളുമാണ് പ്രധാനമായും ലക്ഷ്യമിട്ടതെന്ന് IDF വ്യക്തമാക്കി. ഇസ്രായേലിന് നേരെ വിക്ഷേപിക്കാൻ സജ്ജമാക്കി നിർത്തിയിരുന്ന നിരവധി റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇവിടെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ ആക്രമണങ്ങളുടെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇസ്രായേലിന്റെ പ്രധാന സന്ദേശം വളരെ വ്യക്തമാണ്: ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിക്കില്ല. കാരണം ഹിസ്ബുള്ളയെ ഇപ്പോഴും ഇറാന്റെ ഏറ്റവും ശക്തമായ പ്രോക്സി സൈനിക ശക്തിയായി തന്നെയാണ് ഇസ്രായേൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലെബനനിലെ ആക്രമണം യഥാർത്ഥത്തിൽ ഇറാനെ ലക്ഷ്യമിട്ടുള്ള പരോക്ഷ സൈനിക സമ്മർദ്ദമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടയിൽ ഹിസ്ബുള്ളയും തങ്ങളുടെ തന്ത്രം മാറ്റുകയാണ്. വില കുറഞ്ഞ ഫൈബർ ഓപ്റ്റിക് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യത്തെ നേരിടുന്ന പുതിയ രീതി ഇപ്പോൾ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഈ ഡ്രോണുകൾ ജാമിംഗ് സംവിധാനങ്ങളെ പോലും മറികടക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതോടെ യുദ്ധത്തിന്റെ സ്വഭാവവും മാറുകയാണ്. ഇതിനി പരമ്പരാഗത റോക്കറ്റ് യുദ്ധമല്ല. ഡ്രോണുകളും സൈബർ നിരീക്ഷണവും ചാല സാങ്കേതികതയും ചേർന്ന പുതിയ തലമുറയുടെ യുദ്ധമായി പശ്ചിമേഷ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ലെബനനിലെ സാധാരണ ജനങ്ങളാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നതെന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ഇവിടെ മറ്റൊരു വലിയ ആശങ്കയും ഉയരുന്നുണ്ട്. ഈ യുദ്ധം ഇനി ലെബനനിൽ മാത്രം നിൽക്കുമോ? കാരണം ഹിസ്ബുള്ള നേരിട്ട് ഇറാന്റെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ലെബനനിലെ ഓരോ ആക്രമണവും ഇറാനെ കൂടുതൽ കടുത്ത പ്രതികരണത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനകം തന്നെ ഹോർമോസ് കടലിടുക്കം, ഗൾഫ് മേഖലയുമെല്ലാം സംഘർഷാവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ ലെബനൻ ഫ്രണ്ട് വീണ്ടും സജീവമാകുന്നത് പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധഭൂമിയാകാനുള്ള ഭീഷണി ഉയർത്തുകയാണ്. അമേരിക്കയുടെ പങ്കും ഇവിടെ നിർണായകമാണ്. ഔദ്യോഗികമായി സംയമനം ആവശ്യപ്പെടുമ്പോഴും ഇസ്രായേലിന് പിന്നിൽ അമേരിക്കൻ പിന്തുണ തുടരുന്നുവെന്ന ആരോപണം ശക്തമാണ്. അതേസമയം ഇറാൻ ഹിസ്ബുള്ള സഖ്യം ഈ ആക്രമണങ്ങളെ അമേരിക്കൻ പിന്തുണയുള്ള അധിനിവേശം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. തെക്കൻ ലെബനനിലെ ഈ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ വലിയ യുദ്ധത്തിന്റെ അടുത്ത അധ്യായം തുറക്കുന്നതിന്റെ സൂചനയായാണ് ഇപ്പോൾ ലോകം കാണുന്നത്. കാരണം ഓരോ പുതിയ ആക്രമണവും ഇപ്പോൾ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് ലോകത്തെ നയിക്കുന്നത്. ഈ യുദ്ധം ഇനി ആരുടെ നിയന്ത്രണത്തിലായിരിക്കും?